അല്ല, നിങ്ങളോട് ഞാൻ എന്തിനു ഉത്തരം പറയണം? ഞാൻ കോടതിയിൽ പറഞ്ഞോളാം എന്ന ഉത്തരമാണ് കഴിഞ്ഞ ദിവസം പോറ്റി പറഞ്ഞത്. അത്രമാത്രം ധാർഷ്ട്യം വളരെ കൃത്യമായി ഈ വിഷയത്തിൽ പോറ്റിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ സംരക്ഷിക്കാൻ, അദ്ദേഹത്തിന് സംരക്ഷണം ഒരുക്കാൻ ഇവിടെ ഒരു സർക്കാർ ഉണ്ട് എന്ന വിശ്വാസമാണ് അയാളെ നയിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമുക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തുടക്കം തൊട്ടേ പോറ്റി എടുത്തു വരുന്ന ഒരു നിലപാടുണ്ട്. അത് വളരെ കൂൾ, കാം, കളക്റ്റഡ് ആയിട്ടുള്ള ഒരു നിലപാടാണ്. അത് അയാൾക്ക് എന്തോ ഒരു ഉറപ്പ് ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്നോ സർക്കാരിന്റെ ഭാഗത്തു നിന്നോ കിട്ടിയിട്ടുള്ളത് കൊണ്ടാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലാത്ത പക്ഷം ഇത്ര വലിയൊരു ആരോപണം, അതായത് കേരളത്തെ തന്നെ പിടിച്ചു കുലുക്കുന്ന തരത്തിൽ ശബരിമല ശാസ്താവിന്റെ സ്വർണവും ആഭരണങ്ങളും സ്വത്തും അടിച്ചുകൊണ്ട് ഒരുത്തൻ പോകുന്നു, എന്നിട്ട് അവനത് പ്രദർശന വസ്തുവാക്കി പണം കൊയ്യുന്നു എന്ന് പറയുന്ന വലിയ ഗുരുതരമായ ഒരു ആരോപണം വന്നിട്ട് അയാൾക്ക് അതിനെ പേടിക്കാൻ പോയിട്ട് അത് ബന്ധപ്പെട്ട് അയാൾക്ക് യാതൊരുവിധ വിഷമവോ ഉൽക്കമോ ഉണ്ടാകുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം കൃത്യമായ ഉദ്ദേശം, വളരെ കൃത്യമായ സംരക്ഷണം അയാൾക്ക് കിട്ടും കൃത്യമായി ഏതൊരു ഒരു അധികാര കേന്ദ്രത്തിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. നോക്കൂ, ഞാൻ മനസ്സിലാക്കുന്നത് പോറ്റിയെ പോറ്റുന്നത് പിണറായി വിജയനും അദ്ദേഹത്തിന്റെ സർക്കാരുമാണ്. പോറ്റിക്ക് സംരക്ഷണം ഒരുക്കുന്നത്, പോറ്റിയെ കൃത്യമായി സംരക്ഷിക്കുന്നത് ഈ ദേവസ്വം ബോർഡിന് എങ്ങനെയാണ് പോറ്റിയുടെ തലയിൽ മാത്രം കെട്ടിവെച്ചുകൊണ്ട് ഒളിച്ചോടാൻ പറ്റുന്നത്? നോക്കൂ, ശബരിമല ശാസ്താവുമായി ബന്ധപ്പെട്ട് മാത്രമല്ല, ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള എല്ലാ സ്വത്തുക്കളുടെയും കസ്റ്റോഡിയൻ, കുറെ ദിവസങ്ങളായി ഞാൻ അത് ആവർത്തിക്കുകയാണ്. കാരണം ഇതിന്റെ എല്ലാം കസ്റ്റോഡിയൻ ലീഗലി ദേവസ്വം ബോർഡാണ്. ദേവസ്വം ബോർഡിന്റെ ഒന്നാമനാണ്. ദേവസ്വം ബോർഡിന്റെ ഒന്നാമൻ എന്ന് പറയുന്നത് ദേവസ്വം ബോർഡിന്റെ വകുപ്പ് മന്ത്രിയും ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റുമാണ്. അവർക്ക് എങ്ങനെയാണ് ഈ വിഷയങ്ങളിൽ നിന്ന് ഒളിച്ചോടാൻ പറ്റും? നോക്കിപ്പം അയ്യപ്പ സംഗമം അടക്കമുള്ള പരിപാടികൾ നടത്തിയത്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള പരിപാടികൾ നടത്തി ശ്രദ്ധ തിരിക്കാൻ ശ്രമിച്ചത്, അല്ലെങ്കിൽ ഒരു വിശ്വാസി പ്രക്ഷോഭം ഉണ്ടാകാനുള്ള സാധ്യതകളെ തച്ചുതകർക്കാൻ ശ്രമിച്ചത്, ഇതൊക്കെ മുമ്പിൽ കണ്ടുകൊണ്ടാണ് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഇപ്പൊ സർക്കാർ ഒരു അയ്യപ്പ സംഗമം നടത്തുന്നു. അയ്യപ്പ സംഗമം നടത്തിയപ്പോൾ ആദ്യം നമ്മൾ ഓർത്ത് എന്താണ്, മൂന്നാം പിണറായി ഗവൺമെന്റ് വരാൻ വേണ്ടി സമുദായ സംഘടനകളെ കൂടെ കൂട്ടാനുള്ള ശ്രമമാണ് എന്നാണ്. പിന്നീട് നമുക്ക് മനസ്സിലായി അത് കോടികൾ അടിച്ചു മാറ്റാനുള്ള ശ്രമമായിരുന്നു. കാര്യം വെൽക്കം ഗിഫ്റ്റ് അടക്കമുള്ള കാര്യങ്ങളിൽ അവർ മാറ്റിവെച്ച കോടികളുടെ കണക്ക് നമുക്കറിയാം. ഇപ്പോൾ നമുക്ക് മനസ്സിലാവുകയാണ് ഇത്തരത്തിൽ വലിയൊരു കൊള്ള അവിടെ നടന്നതുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡിന് അറിവുണ്ടായിരുന്നു. അത് വെളിയിൽ വരാൻ പോകുന്നു എന്ന് അവർക്ക് കൃത്യമായ ബോധ്യമുണ്ടായിരുന്നു. അത് വെളിയിൽ വരാൻ പോകുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വെളിയിൽ വരുന്ന സമയത്ത് അയ്യപ്പ ഭക്തരുടെ പ്രക്ഷോഭം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി, ഞങ്ങൾ അയ്യപ്പ ഭക്തന്മാരാണേ, അയ്യോ കാനന പാത കയറി കല്ലും മുള്ളും വിട്ട് ഞങ്ങൾ പോകുന്നവരാണ് എന്ന് വരുത്താനുള്ള ശ്രമമാണ്. കമ്മ്യൂണിസം മറന്ന് കാനനപാതയിലേക്ക് ഇവർ നടന്നത് ഈ കൊള്ള മറച്ചു വെക്കാൻ വേണ്ടിയാണ്. ഈ കൊള്ള വെളിയിൽ വരുന്ന സമയത്ത് അതിൽ നിന്ന് സംരക്ഷണം കിട്ടാൻ വേണ്ടിയാണ് എന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാവുന്ന ദിവസങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. വളരെ കൃത്യമാണ്. പോറ്റിയെ പോറ്റുന്നത് പിണറായിയാണ് എന്നതിൽ യാതൊരു സംശയവും വേണ്ട. വളരെ കൃത്യമായി ഇതിൻ്റെ അകത്ത് ജുഡീഷ്യൽ അന്വേഷണം ഉണ്ടാവണം, ഒരു എക്സ്റ്റേണൽ ഏജൻസിയുടെ അന്വേഷണം ഉണ്ടാവണം. ദേവസ്വം വിജിലൻസിനെ വിശ്വസിക്കാനേ പറ്റില്ല. കാരണം അത് ദേവസ്വം വിജിലൻസ് എന്ന് പറയുന്നവർക്ക് എന്തെങ്കിലും ഉത്തരവാദിത്തം ഉണ്ടായിരുന്നെങ്കിൽ, അവർക്ക് എന്തെങ്കിലും ഒരു ഉറപ്പുണ്ടായിരുന്നെങ്കിൽ ഈ കാര്യങ്ങൾ അവിടെ നടക്കുമായിരുന്നില്ല. ദേവസ്വം ഉദ്യോഗസ്ഥരുടെ സംരക്ഷണമില്ലാതെ, അവരുടെ അറിവില്ലാതെ ഒരു പോറ്റിക്കും ഈ പണിയൊന്നും അവിടെ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.